സാധാരണഗതിയിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിൽ ഉണ്ടാകേണ്ടത്. പക്ഷേ ഞങ്ങളുടെ കൂടെ ചേർന്ന ഒരു വഞ്ചകൻ കാണിച്ച കൊടും വഞ്ചനയുടെ ഭാഗമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തിൽ വേണ്ടി വന്നത്. പക്ഷെ ഇതൊരു അവസരമായി നമ്മുടെ നിലമ്പൂരിലെ ജനങ്ങളും വോട്ടർമാരും എടുക്കുന്നു എന്നതാണ് നാം പ്രത്യേകമായി കാണേണ്ടത്. കാരണം 2016 2021 നിലമ്പൂരിൽ നിന്ന് LDF പ്രതിനിധിയാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല നിലയിലുള്ള രാഷ്ട്രീയ പോരാട്ടം നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് LDF സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. എം സ്വരാജ് നമ്മുടെ കേരളത്തിലെ തെളിമയാർന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമാണ് എന്നത് എല്ലാവർക്കും അറിയാം.